ഫൈനലി ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 പ്രോസസർ അടങ്ങിയിരിക്കുന്ന IQOO 11 നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇവൻ്റെ ഒരു ഗെയിമിംഗ് ഫോണാണ് എന്ന്. പക്ഷേ ഇപ്രാവശ്യം IQOO ക്യാമറയിൽ വളരെയധികം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ കാണുന്ന V2 ആയിക്കോട്ടെ, തൊട്ട് താഴെ കാണുന്ന ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള സെൻസർ ആയിക്കോട്ടെ. ഈ സെൻസർ എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ, ഇതാണ് നമ്മുടെ IQOO 11ന്റെ പെട്ടി. IQOO മോട്ടോ സ്പോർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. പ്രീമിയം പാർട്ട്ണർ ആണ്. പെട്ടി തൊടുമ്പോൾ തന്നെ നമുക്കൊരു പ്രീമിയംനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു റബ്ബറി കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബോക്സിനകത്ത് ഫോൺ ട്രിപ്പുണ്ട്. തൊട്ടടിയിലായിട്ട് നമ്മുടെ BMW കാർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് 2 കളർ വേരിയൻസിലുണ്ട്. ഒരെണ്ണം ആൽഫ എന്ന് പറയും, ഒരെണ്ണം ലെജൻഡ് എന്ന് പറയും. ഈ ലെജൻഡ് നമ്മുടെ BMW കാറിനെ പോലെയുള്ള സ്ട്രൈപ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ്. എന്തായാലും ഈ കാർഡിന്റെ പുറകിലായിട്ട് നമുക്കൊരു സിം എജക്ടർ ടൂൾ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു TPU കേസും വാറണ്ടി കാർഡും കുറച്ച് പേപ്പർ വർക്കുകളും അടിയിൽ എൻ്റെ പൊന്നോ ഒരു യമണ്ടൻ 120 വാട്ടിന്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ചാർജർ ഒരു ടൈപ്പ് സി ചാർജറാണ്. അതുകൊണ്ട് തന്നെ ബോക്സിനകത്ത് വരുന്ന കേബിളും ടൈപ്പ് സി ടു ടൈപ്പ് സി ആണ്. പക്ഷേ ഈ കേബിളിന്റെ ഗേജ്, വയറിന്റെ ഗേജ് വളരെ കട്ടിയുള്ളതാണ്, വളരെ നീട്ടമുള്ള വയറാണ്. ഒരു 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ടു USB-C അഡാപ്റ്ററും ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിന്റെ ബോക്സിനകത്തുള്ളത്. ഫോൺ കൈ പിടിക്കാനായിട്ട് വളരെ കംഫർട്ടബിൾ ആണ്. ഇതിന്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ മുകളിലായിട്ട് ഫ്ലാറ്റ് ആയിട്ടുണ്ട്, താഴെയായിട്ട് ജസ്റ്റ് ഒരു ചെറിയ കർവ് കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഇങ്ങനെ കൃത്യമായിട്ട് നിൽക്കാനായിട്ട്. ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ആൽഫ വേരിയന്റ് ഗ്ലാസ് ആണ്. ഇതൊരു AG ഗ്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു AG ഗ്ലാസ്, മാറ്റ് ഫിനിഷ് ആണ്. അത്യാവശ്യം പൊങ്ങി നിൽക്കുന്ന ഒരു റെക്ടാംഗുലർ കട്ടൗട്ടിൽ ഒരു ക്യാമറ മൊഡ്യൂൾ ഉണ്ട്. ആക്ച്വലി കട്ടൗട്ടിനകത്ത് വേറൊരു സ്ക്വയർ കട്ടൗട്ടിലാണ് ക്യാമറാസ് ഉള്ളത്. അതും കുറച്ച് പൊങ്ങി നിൽപ്പുണ്ട്. V2 എന്ന് എഴുതിയിട്ടുണ്ട്. അവരുടെ ഏറ്റവും പുതിയ V2 ചിപ്സെറ്റിന്റെ പേരാണത്. അതുപോലെ തന്നെ നിങ്ങൾ റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും ഉണ്ട്. താഴെയായിട്ട് നമുക്ക് സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് സി പോർട്ട്, ഒരു മൈക്രോഫോൺ പോർട്ട്, ഒരു സിം സ്ലോട്ട് ഉണ്ട്. ഇത് ആക്ച്വലി ഒരു ഡ്യുവൽ സിം സ്ലോട്ട് ആണ്. മൈക്രോ SD കാർഡ് ഇടാനായിട്ട് പറ്റില്ല. ലെഫ്റ്റ് സൈഡിലായിട്ട് ഒന്നുമില്ല. മുകളിലായിട്ട് നിങ്ങൾക്ക് സെക്കൻഡറി മൈക്രോഫോൺ ഉണ്ട് ആൻഡ് IR ബ്ലാസ്റ്ററും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഞാൻ ശ്രദ്ധിച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ അറിയോ, ഇത് 2 വേരിയൻസിൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ലെജൻഡും ആൽഫയും. ഇത് തമ്മിൽ ആക്ച്വലി വെയിറ്റിന്റെ വ്യത്യാസമുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ആൽഫ എന്ന് പറഞ്ഞ വേരിയന്റ് 208 ഗ്രാമാണ് വരുന്നത്. പക്ഷേ ലെജൻഡ് എന്ന് പറഞ്ഞ വേരിയന്റ് 205 ഗ്രാമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ അറിയോ, ഈ ആൽഫ വേരിയന്റിന്റെ തിക്നെസ് ഇത് 8.4 mm തിക്കാണ്. പക്ഷേ ലെജൻഡ് വേരിയന്റ് 8.72 mm ആണ്. അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ സ്ലിമ്മർ ആയിട്ടുള്ള ഫോൺ. സോ കമ്മിങ് ടു ഡിസ്പ്ലേ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ട് ഇറക്കിയിരിക്കുന്ന 2K AMOLED E6 144Hz പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ബെസൽസ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ചുറ്റും ഈക്വൽ ആണ്. പക്ഷേ താഴെ ഒരു ചെറിയ ചിഹ്നുണ്ട്. മുകളിലായിട്ടൊരു പഞ്ച് ഹോളിനകത്ത് ക്യാമറ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ടാണ് നമ്മുടെ ഇൻസ്ക്രീൻ ഫിംഗർ പ്രിന്റ് സ്കാനറും വരുന്നത്. 2 കാര്യങ്ങൾ നിങ്ങൾ ഈ സ്മാർട്ട് ഫോൺ മേടിക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കണം. ഇതൊരു 2K ഡിസ്പ്ലേ ആണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ബൈ ഡിഫോൾട്ട് 1080p റെസൊല്യൂഷൻ ആയിരിക്കും കിടക്കുന്നത്. നിങ്ങൾ തന്നെ സെറ്റിംഗ്സിൽ പോയിട്ട് 2K ആക്കി മാറ്റണം. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഇത് 144 ഹെർട്സിന്റെ ഒരു സ്ക്രീനാണ് എന്നുള്ളത് സത്യമാണ്. പക്ഷേ നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 144 ഹെർട്സ് കിട്ടും എന്ന് പ്രതീക്ഷിക്കേണ്ട. ഇതിൻ്റെ UI ആയിക്കോട്ടെ, ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, എല്ലാം 120 ഹെർട്സ് വരെയാണ് മാക്സിമം പോകുന്നത്. ഇതിനകത്ത് വേരിയബിൾ റിഫ്രഷ് റേറ്റ് ആണ്. അപ്പോൾ LTPO സ്ക്രീൻ ആയതുകൊണ്ട് നിങ്ങൾ സെറ്റിംഗ്സിൽ പോകുമ്പോൾ അപ് ടു 144 ഹെർട്സ് എന്ന് കാണിക്കും. പക്ഷേ നോർമൽ യൂസിലല്ല 144 ഹെർട്സ് വരുന്നത്. ഇതിനകത്ത് ജെൻഷൻ ഇമ്പാക്ട് എന്ന് പറഞ്ഞ ഗെയിം കളിക്കുമ്പോൾ അതിനകത്ത് IQOO ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സൂത്രപ്പണിയുണ്ട്. അതെന്താണെന്ന് പറയാം. അത് ഓൺ ആക്കുമ്പോഴാണ് 144 ഹെർട്സ് കാണുന്നത്. അത് കാണിച്ചു തരാം. എന്തായാലും വ്യൂയിങ് ആംഗിൾസ് ഒക്കെ അടിപൊളിയാണ്. ഇതൊരു 10-bit ഡിസ്പ്ലേ ആണ്. മുകളിലായിട്ട് ഗൊറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. 300 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും 1200 ഹെർട്സിന്റെ ഒരു ഇൻസ്റ്റന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ ഡീഫോൾട്ട് ആയിട്ട് നിങ്ങൾ ഫുൾ ബ്രൈറ്റ്നസിൽ ഇടുമ്പോൾ 600 നിറ്റ്സ് വരെ വരും. പക്ഷേ ഹൈ ബ്രൈറ്റ്നസ് മോഡിലാണെങ്കിൽ നിങ്ങൾക്ക് 1100 നിറ്റ്സ് തൊട്ട് 1800 നിറ്റ്സ് വരെയുള്ള പീക്ക് ബ്രൈറ്റ്നസ് ലഭിക്കുന്നുണ്ട്. സോ ഓവറോൾ മീഡിയ കൺസപ്ഷന് ഡിസ്പ്ലേ കൊള്ളാം. ഇനി അടുത്ത നമ്മുടെ ക്യാമറ സെക്ഷനിലേക്ക് വരാം. ഇത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. പ്രൈമറി ക്യാമറ ഒരു 50 മെഗാ പിക്സലിലെ സാംസങ്ങിന്റെ GN5 സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ പ്രൈമറി സെൻസറിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അഥവാ OIS ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫിയിലായിക്കോട്ടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടും, വീഡിയോസിലായിക്കോട്ടെ സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് എടുക്കാനായിട്ട് പറ്റും. ആൻഡ് ഓവറോൾ ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫി ഈസ് ഓസം. നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്താ പറയുക, ആ ഒരു പ്രോസസ്സിംഗ് ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഒരു പഞ്ചി ആയിട്ടുള്ള കളേഴ്സ് ഇഷ്ടമാണെങ്കിൽ ഇതിനകത്ത് പഞ്ചി കളർ മോഡ് ഓൺ ആക്കി ഇടാം. ന്യൂട്രൽ ടോൺസ് ആണ് ഇഷ്ടമെങ്കിൽ ന്യൂട്രൽ ടോൺ എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചി കളേഴ്സ് ഓഫ് ആക്കി ഇടാൻ പറ്റും. ഓവറോൾ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി വീഡിയോ സെക്ഷനിൽ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് 8K 30 frames per second വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് 8K വീഡിയോസ് എടുക്കാനായിട്ട് പറ്റും ഇതിനകത്ത്. എന്ന് മാത്രമല്ല
ഈ ഒരു V2 ചിപ്സെറ്റിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നൈറ്റ് ടൈമിൽ നിങ്ങൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് നൈറ്റ് മോഡിനെ ഇത് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫോട്ടോ റിസൾട്ട്സ് കാണാൻ പറ്റും, വളരെ നല്ല നൈറ്റ് മോഡ് കിട്ടുന്നുണ്ട്. അതുപോലെ നൈറ്റിൽ നിങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഗ്രെയിൻസ് കുറയ്ക്കാനായിക്കോട്ടെ, കുറച്ചുകൂടി ഒരു ബ്രൈറ്റ്നസ് കൂട്ടാനായിക്കോട്ടെ ഈ V2 ചിപ്സെറ്റ് ശരിക്കും സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു 8 മെഗാ പിക്സലിൻ്റെ ഫിക്സഡ് ഫോക്കസ് ഉള്ള അൾട്രാ വൈഡ് ക്യാമറയാണുള്ളത്. പക്ഷേ മെയിൻ ക്യാമറ ആയിക്കോട്ടെ അൾട്രാ വൈഡ് ആയിക്കോട്ടെ നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ കളറിൽ ചിലപ്പോൾ വ്യത്യാസം വരാറുണ്ട്. പക്ഷേ ഇതിനകത്ത് കളർ ഷിഫ്റ്റ് ഒന്നും കാണുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളേഴ്സും അതേപോലെ സാച്ചുറേഷനും കൂടാതെ ഒരു ബ്രൈറ്റ്നസും കോൺട്രാസ്റ്റ് ഒക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നുള്ളത് ഒരു 13 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ അല്ലെങ്കിൽ പോർട്രേറ്റ് ക്യാമറയാണ്. 2 ടൈംസ് ആണ് ഇതിൻ്റെ സൂം ഒപ്റ്റിക്കൽ വരുന്നത്. ആൻഡ് ഫോട്ടോസ് നോക്കുവാണെങ്കിൽ പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം കൊള്ളാം. എഡ്ജ് ഡിറ്റക്ഷൻ ആയിക്കോട്ടെ, ചില സമയങ്ങളിൽ എഡ്ജ് ഡിറ്റക്ഷൻ ശരിക്കും ഒരു എഡ്ജ് കാണാൻ പറ്റുമെങ്കിലും ഒട്ടുമിക്ക എല്ലാ സമയത്തും നമുക്ക് നല്ല രീതിയിൽ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. കുറേ സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ എന്താ പറയുക, നിങ്ങൾക്കൊരു ക്യാമറ ഫോൺ വേണം എന്നാൽ നിങ്ങൾക്ക് ഗെയിമിങ്ങും കളിക്കാനായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഈ ഫോൺ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും റെക്കമെൻഡ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നിയത്, നേരത്തെ ഇതിൻ്റെ മുന്നത്തെ വെർഷനായിട്ടുള്ള IQOO ഫോൺസിൽ അൾട്രാ വൈഡ് ക്യാമറയ്ക്കകത്ത് മാക്രോ ക്യാമറ കൊടുത്തിരുന്നു. പക്ഷേ ഇതിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയ്ക്കകത്ത് മാക്രോ ക്യാമറ വരുന്നില്ല. ഇനി ഈ താഴെ കാണുന്ന ഒരു മിസ്റ്റീരിയസ് സെൻസർ എന്താണ് എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. നോർമലി നൈറ്റ് ടൈമിൽ നിങ്ങൾ വീടിനകത്ത് ട്യൂബ്ലൈറ്റ് ഒക്കെ ഇട്ട് വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഫ്ലിക്കറിങ് കാണാറുണ്ട്. സോ ഇത് ഒരു ഫ്ലിക്കർ സെൻസറാണ്. നിങ്ങൾക്ക് ഇവിടെ റിസൾട്ട്സിൽ കാണാൻ പറ്റും. ഈ ഫ്ലിക്കർ സെൻസർ ഇല്ലാത്ത ഫോണിലും ഫ്ലിക്കർ സെൻസർ ഉള്ള നമ്മുടെ ഈ ഒരു IQOO 11ലും ഉള്ള ഡിഫറൻസ് ഈ ഫ്ലിക്കറിങ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്ട്രാ സെൻസർ കൊടുത്തിരിക്കുന്നത്. വേറൊരു കോമഡി ഏറ്റവും ഇതിനകത്തുണ്ട് കേട്ടോ. ഇതിനകത്തൊരു സൂപ്പർ മൂൺ എന്ന് പറഞ്ഞ മോഡ് ഉണ്ട്. ഈ സൂപ്പർ മൂൺ മോഡ് ഇട്ടിട്ട് നിങ്ങൾ പുറത്തു പോയിട്ട് ചന്ദ്രനുള്ള എന്തെങ്കിലും ഫോട്ടോ എന്ന് വെച്ചാൽ ചന്ദ്രൻ സൂം ചെയ്യേണ്ട, എന്തെങ്കിലും ഒരു സീനറിയുടെ ഫോട്ടോ ചന്ദ്രൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചന്ദ്രൻ മാത്രം ഒന്ന് വേർത്ത് ഒരു ആർട്ടിഫിഷ്യൽ ചന്ദ്രനെ കയറ്റി വെച്ച മാതിരി ഇരിക്കും. സോ ഇറ്റ്സ് എൻ എഫക്റ്റ്. ഇനി ഫ്രണ്ട് ക്യാമറയുടെ കാര്യത്തിൽ 16 മെഗാ പിക്സലിലെ ഫ്രണ്ട് ക്യാമറയാണ്. ഫിക്സഡ് ഫോക്കസ് ആണ്, ഓട്ടോ ഫോക്കസ് ഇല്ല. ഇതിൻ്റെ ഫോട്ടോസ് നമ്മുടെ വിവോ ഫോണുകളിൽ എടുക്കുന്ന പോലെ തന്നെ ഒരു പൊട്ടിയിടലും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നല്ല സെൽഫീസ്, നമ്മൾ സെൽഫി എടുത്തു കഴിഞ്ഞാൽ ഓക്കെ നമ്മളെ കാണാൻ രസമുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിൽ സെൽഫീസ് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം ഞാൻ ലേശം എനിക്ക് അതൊരു എന്താ പറയുക വിഷമമായിട്ട് തോന്നി. കാരണം 1080p 30 വരെ വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ. വീഡിയോ സാമ്പിൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ 5G ടെസ്റ്റ് ഇട്ട വീഡിയോ ഇല്ല, ആ വീഡിയോ മുഴുവനും ഇതിനകത്തുള്ള ഫ്രണ്ട് ക്യാമറയിൽ ബാക്ക് ക്യാമറയിലൊക്കെ ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. സോ ഫ്രണ്ട് ക്യാമറയിൽ 30 FPS ആണ് എന്ന് കുറേ പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത്രയും നല്ല പവർഫുൾ പ്രോസസർ ആയിട്ടും 30 FPS മാത്രമായിട്ട് കൊടുത്തത് കുറച്ച് കുറവായിപ്പോയി. ഇനി നമ്മുടെ മെയിൻ ഏരിയയിലേക്ക് വരാം. ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? സ്നാപ്ഡ്രാഗന്റെ 8 Gen 2 പ്രോസസർ 4 നാനോമീറ്റർ ടെക്നോളജിയിൽ വന്നിരിക്കുന്ന ഒരു പ്രോസസറാണ്. കൂടാതെ UFS 4.0 സ്റ്റോറേജ്, LPDDR5X RAM, 4013mm² ഒരു വേപ്പർ ചേംബർ കൂളിങ്ങും ഗെയിമിങ്ങിനെ എൻഹാൻസ് ചെയ്യാനും വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ കസ്റ്റമായിട്ടുള്ള V2 ചിപ്സെറ്റും 2K E6 AMOLED പാനലും. മൊത്തത്തിൽ നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന സമയത്ത് ബട്ടർ സ്മൂത്ത് പെർഫോമൻസ് ആണ്. യാതൊരു ലാഗും ഇല്ല, ഗ്ലിച്ചും ഇല്ല, ഒരു ജിറ്ററിങ്ങും ഇല്ല. നിങ്ങൾക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഫീൽ നിങ്ങൾക്ക് തോന്നും. അതുപോലെ തന്നെ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ ജെൻഷൻ ഇമ്പാക്ട് ഏകദേശം 19 GB ഒരു ഗെയിമാണ് ജെൻഷൻ ഇമ്പാക്ട്. ഞാൻ ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് വെച്ചു. ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം വെച്ചാൽ ഡൗൺലോഡ് ഒരു 19 GB ഡൗൺലോഡ് ചെയ്ത് തീരുന്നവരെയും ഫോൺ ചെറുതായിട്ട് വാം ആവുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അപ്പോൾ ഗെയിം കളിക്കുമ്പോൾ ഇനിയും വാം ആവുമെന്ന്. പക്ഷേ സർപ്രൈസിംഗ്ലി ജെൻഷൻ ഇമ്പാക്റ്റിൽ ഏറ്റവും കൂടുതൽ സെറ്റിംഗിൽ ഇടുമ്പോൾ ഓവർ ക്ലോക്ക്ഡ് എന്നുള്ള കാര്യം കാണിക്കുന്നുണ്ടെങ്കിലും യാതൊരു ലാഗും ഇല്ലാതെ കളിക്കാൻ പറ്റുന്നുണ്ട്. ചെറിയൊരു വാംത്ത് മാത്രമേ ആവുന്നുള്ളൂ, ചൂട് നല്ലോണം ആവുന്നേ ഇല്ല. പക്ഷേ നോർമലി ജെൻഷൻ ഇമ്പാക്ട് 60 frames per second കളിക്കാൻ പറ്റുന്നത്. പക്ഷേ സൈഡിൽ കാണുന്ന നമ്മുടെ ഗെയിമിങ്ങിൻ്റെ പാനൽ, നമ്മൾ മോൺസ്റ്റർ മോഡ്, ബാലൻസ് മോഡൊക്കെ ഇടുന്ന ആ ഒരു പാനലിൽ ഇവർ തന്നെ ഗെയിം ഫ്രെയിം ഇന്റർപോളേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഗെയിം ഫ്രെയിം ഇന്റർപോളേഷൻ ഓൺ ആക്കി കഴിയുമ്പോൾ സഡൻലി ആ ഒരു ഫ്രെയിം റേറ്റ് 144 ഹെർട്സിലേക്ക് മാറുന്നത് കാണാനായിട്ട് പറ്റും. ആൻഡ് ഗെയിം കളിക്കുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആവുന്നുണ്ട്. ഈ ഒരു 144 ഹെർട്സിൽ ജെൻഷൻ ഇമ്പാക്ട് കളിക്കാൻ നല്ല രസമാണ്. പക്ഷേ 144 ഹെർട്സിൽ ഞാൻ ശ്രദ്ധിച്ച ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ജെൻഷൻ ഇമ്പാക്റ്റിൽ ഒരു ക്യാരക്ടർ ഓടുന്ന സമയത്ത് കുറച്ച് ക്ലാരിറ്റി കുറയുന്ന പോലെയും എന്നാൽ ക്യാരക്ടർ വെറുതെ നിൽക്കുമ്പോൾ നല്ല ക്ലാരിറ്റിയിലേക്ക് തിരിച്ചു വരുന്നത് പോലെയും കാണുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു ക്ലാരിറ്റി ചെറുതായിട്ട് കുറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. സോ ടോട്ടലി സാറ്റിസ്ഫൈഡ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വൈസ് ഇതിനകത്ത് FunTouchOS 13 ആണ് ആൻഡ്രോയിഡ് 13 ബേസ് ചെയ്തിട്ടുള്ളത്. FunTouchOS 13 ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ടാണ് IQOO വിൽക്കുന്നതെങ്കിലും ഇപ്പോഴും ബ്ലോട്ട്വെയർസ് ഉണ്ട്. ബ്ലോട്ട്വെയർസ് എന്ന് പറയുമ്പോൾ പൈജൂസ്, ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ്, സ്പോട്ടിഫൈ, നെറ്റ്ഫ്ലിക്സ് എന്നിങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ ബൈ ഡിഫോൾട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം. ആൻഡ് ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് ഇപ്പോഴും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുണ്ട്. ശരിയാണ്, നമുക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും ഓഫാക്കി കളയാൻ പറ്റും. പക്ഷേ ഈ ഒരു ഇത്രയും ഒരു
ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണിലും ഇത് കൊടുക്കുക എന്നുള്ളത് ഇത് മാറ്റേണ്ട ഒരു സമയമായി. ഈവൻ നിങ്ങൾ ജസ്റ്റ് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ ഉപയോഗിച്ച ആപ്ലിക്കേഷൻ ലിസ്റ്റിൻ്റെ സൈഡിലും നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക എന്ന് പറയുന്ന റെക്കമെൻഡേഷൻസും താഴെ ന്യൂസുകളും കാണുന്നുണ്ട്. ആൻഡ് എനിക്ക് ഏറ്റവും എന്നെ എന്താ പറയുക വെറുപ്പിച്ചൊരു സാധനം എന്ന് പറയുന്നത് ഇതിനകത്തൊരു വി ആപ്പ് സ്റ്റോർ ഉണ്ട്. ഈ വി ആപ്പ് സ്റ്റോറിൻ്റെ അടുത്ത് ചുമ്മാ ഇങ്ങനെ ഹിന്ദിയിലും അതേപോലെ പല ഭാഷയിലൊക്കെ പല ആപ്ലിക്കേഷൻസും പല കാര്യങ്ങളും പുഷ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നുണ്ട്. അതാണ് എനിക്ക് ഇതിനകത്ത് ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിലും വേണ്ടായിരുന്നു എന്ന് തോന്നിയത്. ഇനി ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ 5000 mAh ഒരു ബാറ്ററിയാണ് ഇതിനകത്തുള്ളത്. 120 വാട്ടിൻ്റെ കട്ട ചാർജാണ് കൊടുത്തിരിക്കുന്നത്. 50% ചാർജ് 8 മിനിറ്റ്സിലാവും എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ബാറ്ററി സെക്ഷനകത്ത് ഫാസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ആക്കി ഇടണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത്ര ഒരു നല്ല സ്പീഡ് കിട്ടുള്ളൂ. പക്ഷെ അത് ഓൺ ആക്കി ഇടുമ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് വാം ആവും. സോ നിങ്ങൾക്ക് വാം ആവുന്ന ഒരു പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് പതുക്കെയാലും ചാർജ് ആയാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് അഡ്ജസ്റ്റ് ആയാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അത് ഓഫ് ആക്കിയിട്ടിട്ട് നിങ്ങൾ കുത്തിയിടുക. ആൻഡ് ഓൾമോസ്റ്റ് വിത്തിൻ 20 മിനിറ്റ്സ് 25 മിനിറ്റ്സ് ഒക്കെ ഫുൾ ചാർജ് ആവുന്നുണ്ട്. വിത്തിൻ 10 മിനിറ്റ്സ് നിങ്ങൾക്ക് 50% ചാർജും ആവുന്നുണ്ട്. ആൻഡ് ബാറ്ററി ബാക്കപ്പ് നോക്കുവാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഡിസ്പ്ലേ 2Kയിലാണ് ഇടുന്നത് ആൻഡ് 144 ഹെർട്സിൻ്റെ ആ ഒരു മോഡിലേക്കാണ് ഇടുന്നതെങ്കിൽ 1 ഡേ കഷ്ടി നിങ്ങൾക്ക് തികയ്ക്കാൻ പറ്റും. അല്ലാതെ 1080pയിലാണ് ഇടുന്നത്, അതേപോലെ ഓട്ടോ റിഫ്രഷ് റേറ്റിലാണ് ഇടുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി 1 ഡേ ഫുള്ളും നിങ്ങൾക്ക് ഇത് നോർമൽ യൂസിൽ അല്ലെങ്കിൽ മോഡറേറ്റ് യൂസിൽ ലാസ്റ്റ് ചെയ്യും. പിന്നെ ഹെവി ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുവാണ്, ഗെയിം കളിക്കുവാണെന്നുണ്ടെങ്കിൽ മേ ബി ഈവനിങ്ങോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി ചാർജ് ചെയ്യേണ്ടി വന്നേക്കാം. ഇനി ഇതിനകത്ത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. അത്യാവശ്യം ലൗഡാണ്. ലെഫ്റ്റും റൈറ്റും വെൽ ട്യൂൺഡ് ആണ്. എനിക്കങ്ങനെ ലെഫ്റ്റ് മാത്രം കുറവ് റൈറ്റ് കൂടുതൽ അങ്ങനത്തെ ഒരു ഫീല് പൊതുവേ വന്നില്ല. മൊത്തത്തിൽ നല്ല ലൗഡ്നെസ് ഉണ്ട് സൗണ്ടിന്. മാക്രോ 2 മെഗാപിക്സലിന്റെ ഈ ഡെപ്ത് സെൻസർ ഒക്കെ തന്ന് ബോർ അടിപ്പിക്കാതെ കംപ്ലീറ്റ്ലി 3 യൂസ്ഫുൾ ക്യാമറാസ് തന്നിട്ടുണ്ട്. സോ 50 മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. എന്താ പറയുക, ക്ലാരിറ്റിയിലും ഉപരി ഒരു ഭയങ്കര ഒച്ച എന്ന് പറയുന്ന രീതിയിലുള്ള സൗണ്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എക്സ് ആക്സിസ് ലീനിയർ മോട്ടർ 2 ഉണ്ട്. ഡ്യുവൽ എക്സ് ആക്സിസ് ലീനിയർ മോട്ടറാണ്. കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആയിക്കോട്ടെ, ഗെയിം കളിക്കുമ്പോൾ ആയിക്കോട്ടെ, ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കൊള്ളാം. കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ വൈഫൈ 2.4 GHz 5 GHz കിട്ടുന്നുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ്. പിന്നെ അത് ഈ കാണുന്ന സകല 5G ബാൻഡുകളും ഈ ഒരു സ്മാർട്ട് ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആസ് ഓഫ് നൗ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എക്സാക്ട് പ്രൈസ് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഓൾമോസ്റ്റ് ഒരു 50,000 ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും വരുന്നത്. 2 വേരിയൻസ് ഉണ്ട്. 8GB റാമും 256GB സ്റ്റോറേജിൻ്റെ വേരിയൻ്റ് ഉണ്ട്. അതൊരു 50,000 ബില്ലോ അല്ലെങ്കിൽ 50,000 ആയിരിക്കുമെന്നും. പിന്നെ ഒരു വേരിയൻ്റ് ഉണ്ട് 16GB റാമും 256GB ഇൻറ്റേർണലും. അത് കുറച്ചുകൂടെ കൂടാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ടുള്ള പ്രൈസ് എന്തായാലും താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. സോ ഓവറോൾ ഒരു 50,000 റുപ്പീസ് നിങ്ങൾക്ക് ഒരു ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ വേണം, ഗെയിമിങ്ങിലും നല്ലൊരു സൗണ്ട് വേണം, ക്യാമറ അത്യാവശ്യം നല്ലതായിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ കണ്ണും പൂട്ടി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയാണ് IQOO 11. സോ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.